So hello everyone, welcome back to our SSC CGL revision series of GK. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന മെയിൻലി രണ്ട് ഏരിയാസ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് റിവോൾട്ട് ഓഫ് 1857ഉം രണ്ടാമത്തെന്ന് പറയുന്നത് സോഷ്യോ റിഫോം മൂവ്മെൻറ്റ്സും ആണ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സും ഈ സോഷ്യോ റിഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ, അതിനത് പ്രാധാന്യമുണ്ട്, കുറച്ച് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി റിവോൾട്ട് ഓഫ് 1857 പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് ഞാൻ മാക്സിമം ഇൻട്രാക്റ്റീവ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി കുറച്ച് ഐഡിയാസും ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി 5 സെക്കൻഡ് സമയം തരും. ഇനി ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വയമേ ചിന്തിച്ചെടുക്കാൻ വേണ്ടി 10 സെക്കൻഡ് സമയം തരും. ഓക്കെ, ഈ സമയങ്ങളിലെല്ലാം ഞാൻ എന്ത് ചെയ്യും, ഈ പോഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ചതിന് ശേഷം പറയുക അത്. ഇനി അതിനുശേഷം ഞാൻ പോയിന്റ് എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ട് എൻ്റെ നോട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും, ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എൻ്റെ കയ്യിലുള്ള നോട്ടും ഞാൻ പറഞ്ഞ പോയിന്റ്സോട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നും വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് സെഷനിലോട്ട് മൂവ് ചെയ്യും. ഇനി ഞാൻ പറയാൻ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് അത് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ബ്രീഫിംഗ് ആണ്, ദ റിവോൾട്ട് ഓഫ് 1857. സോ ബേസിക്കലി ഈ എന്തുകൊണ്ടാണ് 1857 റിവോൾട്ട് സംഭവിക്കുന്നത്? ഒറ്റയടിക്ക് എന്തായാലും ഒരു സാധനം ഒരിക്കലും നടക്കത്തില്ല. ഇതിന് മുന്നേ ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇതിൽ മെയിൻലി ഉണ്ടായെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ടാക്സസ് ആണ്. മെയിൻലി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ടാക്സ്. രണ്ടാമത്തെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റിഫോംസ് ആണ്. മെയിൻലി 3 ലാൻഡ് റിഫോംസ് ആണ് ബ്രിട്ടീഷുകാർ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒന്നെന്ന് പറയുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ്. രണ്ടാമത്തത് റോയിറ്റ് വാരി സിസ്റ്റം. മൂന്നാമത്തത് മഹൽവാരി സിസ്റ്റം. ഓക്കെ ആണോ? ഈ 3 സിസ്റ്റമാണ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1793 ആണ്. കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് കോൺവാലിസ് ആണ്. ബംഗാൾ UP ആ ഭാഗത്താണ് വരുന്നത്. ഇനി ലോർഡ് കോൺവാലിസ് ഈസ് ഓൾസോ കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, ഞാൻ അത് ബ്ലാക്കിൽ എഴുതുവാണ്, അണ്ടർലൈൻ അല്ല. മീൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഓവർലാപ്പ് ചെയ്ത് എഴുതേണ്ട കാരണം വരുമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കളർ ബ്ലാക്ക് ആയിരിക്കും. ലോർഡ് കോൺവാലിസ് ഈസ് കോൾഡ് ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അതോടൊപ്പം മോഡേൺ പൊലീഷ്യൽ സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, അത്രയാണ് ലോർഡ് കോൺവാലിസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിൽ. ഇനി അടുത്ത് പറയാനുള്ളത് റോയിറ്റ് വാരി സിസ്റ്റം. ഇത് ഏത് തിയറിനെയാണ് ബേസ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിനെയാണ് ബേസ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈക്കാർഡിയൻ തിയറിയാണ്. റൈക്കാർഡിയൻ തിയറി ഓഫ് ടാക്സ്. ഇത് കൊണ്ടുവന്ന 2 പേരുണ്ട്. റോയിറ്റ് വാരി 2 പേരാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന 2 പേര് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുണ്ട്. അതിലോട്ട് വരാം. വർഷം നോട്ട് ചെയ്തോടെ 1820. പെട്ടെന്ന് മൈൻഡ് ഔട്ടായി. അത് തിരിച്ച് ഉത്തരം കിട്ടും. ഞാൻ ഉത്തരം പറയാം, എനിക്ക് കിട്ടുന്നില്ല, ഉറപ്പായിട്ടും വരും. ഇനി അടുത്ത് മഹൽവാരി സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് വരുന്നത് 1822 ഇത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു സ്ഥലത്തും പിന്നെ വേറൊരു സ്ഥലത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോൾട്ട് മെക്കൻസി ആണ്. ബംഗാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പഞ്ചാബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് വില്യം ബെൻഡിക് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം 1820 ഇത് വരുന്നതെന്ന് പറഞ്ഞ് 2 പേരുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് MH തുടങ്ങണം. മൺട്രോ ആൻഡ് റീഡ് എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മൺട്രോ ആൻഡ് റീഡാണ് 2 പേരെന്ന് പറയുന്നത്. സോ അതോടൊപ്പം ഇതിൽ ഒരു സാധനം വെച്ചാണ് ഈ 3 ഏരിയകൾ കവർ ചെയ്യുന്നത്. മീൻസ് 3 സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ്? ഞാൻ അത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സത്താര, സാമ്പൽപൂർ, അവധ്.
അവധ്. ഇത് മൂന്നും ബ്രിട്ടീഷുകാരുടെ ഒരു ലാൻഡ് റിഫോം കാരണമാണ് എല്ലാം പിടിച്ചെടുക്കുന്നത്. ഈ മൂന്നും ഒന്നിച്ചല്ല, വർഷം വ്യത്യാസങ്ങളുണ്ട്, വർഷം ഞാൻ പറയുന്നില്ല. ഏത് യൂസ് ചെയ്താണ് ഈ മൂന്നെണ്ണവും പിടിച്ചെടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പറയേണ്ടതാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ റിവോൾട്ട് ഉണ്ടാവാൻ കാരണങ്ങൾ ഒന്നെന്ന് പറയാം. ഇനി റിവോൾട്ട് ഉണ്ടാവാൻ വേറെ കാരണങ്ങൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. റിവോൾട്ട് ഉണ്ടാകാൻ വേണ്ടി കാരണമായ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സാധനം പറയാം. മെയിൻ സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെ. ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെ. ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെ. ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെ. ഇദ്ദേഹം 34th യൂണിറ്റിൽ പെടുന്ന ഒരു സോൾജർ ആയിരുന്നു. സോൾജേഴ്സിന് അന്ന് സിപ്പോയ് എന്നാ പറയുന്നത്. ഇനി റിവോൾട്ട് ഓഫ് 1857 സിപ്പോയ് മൂട്ടിനി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെക്ക് മുന്നേ ഒരു ചെറിയ സാധനങ്ങളുണ്ട്. ഈ കാട്രിഡ്ജ്, അതായത് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ ആർമിയിലുണ്ട്. ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി ബുള്ളറ്റ് നിറയ്ക്കാൻ വേണ്ടിയുള്ള കാട്രിഡ്ജ് കൊടുത്ത സമയത്ത് കാട്രിഡ്ജ് കടിച്ചു പൊട്ടിച്ച എന്ത് ചെയ്യേണ്ടത്, ബുള്ളറ്റ് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഈ കാട്രിഡ്ജ് ബിൽഡ് ചെയ്തിരിക്കുന്നത് പോർക്കിൻ്റെ പോർക്കിൻ്റെ ഫാറ്റ് വെച്ചാണ്. അപ്പോൾ ഹിന്ദുസിനെ സംബന്ധിച്ച്, ഹിന്ദു മുസ്ലിമും ഉണ്ട് ആർമിയിൽ, ഹിന്ദുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ളൊരു കാര്യം പോർക്ക് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ റിലീജിയസ് ആൻഡ് കൾച്ചർ പരമായിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾക്കും അതുപോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് അവരെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ആൾറെഡി എവിടെ ഉണ്ടായി, ആർമിക്കിടയിൽ ഉണ്ടായി. അങ്ങനെ അത് മുന്നോട്ട് ഇങ്ങനെ വന്ന് നിൽക്കെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് മംഗൾ പാണ്ഡെ 34th റെജിമയിൽ വരുന്ന ആളാണ്. 34th റെജിമെ. അങ്ങനെ ഹി വാസ് ഹാങ്ഡ് ഇൻ April 8th. April 8ന് അദ്ദേഹത്തെ ഹാങ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മെയ്യിലാണ്. 10 മെയ് 1857 11th മെയ് 1857 ആർമിക്കാരെല്ലാവരും മാർച്ച് ചെയ്ത് ബഹദൂർ ഷാ സഫറിൻ്റെ കാണാൻ വേണ്ടി പോകുന്നത്. എന്തിനാ? ഡൽഹിയിൽ നിന്ന് യുദ്ധം നയിക്കാൻ വേണ്ടി. ഓക്കെ, ഡൽഹിയിൽ മാത്രമല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എന്തുണ്ട്, യുദ്ധം നയിച്ചു. ഓക്കെ, അതിലൂടെ ഞാൻ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ, മെയിനായിട്ട് പറഞ്ഞ ഈ സാധനങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്. അതായത് അത് ബ്രിട്ടീഷിൻ്റെ ഒരു പോളിസിയാണ്. ബ്രിട്ടീഷിൻ്റെ പോളിസിക്ക് ഒരു പേര് പറയാം, പേരെനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പറയാം. അതായത് വേറെ ഒന്നുമില്ലടാ, ഇത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്കാരെന്ത് ചെയ്യണം, പുറത്തു പോയി ബ്രിട്ടീഷുകാരെ സഹായിക്കണം. ഓക്കെ, പുറത്തു പോയി എങ്ങനെ സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിട്ടീഷിലും അല്ലെങ്കിൽ അവരുടെ കോളനീസിൽ നിന്ന് നടക്കുന്ന യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധങ്ങളിൽ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ആർമിക്കാരെ വിടണമെന്ന് പറഞ്ഞു. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം, അന്നത്തെ ഹിന്ദു വിശ്വാസങ്ങളെ സംബന്ധിച്ചോളം പ്രശ്നം എന്താ, സ്വന്തം കടൽ കടന്ന് പോകുന്നവൻ ആരാണെങ്കിലും അവൻ്റെ ധർമ്മത്തെ മറന്നു എന്നൊരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചൊല്ലുള്ളത് കൊണ്ട് അവിടെയും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വലിയ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായാണ് അവസാനം മംഗൾ പാണ്ഡെയുടെ മരണം കാരണം എന്ത് പറ്റുന്നത്, 1857 റിവോൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റിവോൾട്ട് ഉണ്ടാവുമ്പോൾ ചെറിയ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നോടിയായി ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ് ആണോ എൻ്റെ നോട്ടിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നോട്ടിനെ യൂസ് ചെയ്യുകയാണ്. എന്തെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഹോൾട്ട് മെഗൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പോയിന്റ് പറയാൻ പറ്റി, ഇൻഡിഗോ റിവോൾട്ടും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് റിവോൾട്ട് ഓഫ് 1857 തൊട്ട് മുന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാണ് ഇൻഡിഗോ റിവോൾട്ട്. ഇത് 1859 ഐ തിങ്ക്, യെസ് 1859 ഇത് എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നാഡിയ വെസ്റ്റ് ബംഗാളിലാണ് നടക്കുന്നത്. നാഡിയ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിഗംബറും ബിശ്വാസും. ദിഗംബർ ആൻഡ് ബിശ്വാസ്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലൈവ് സെഷൻ അല്ലാത്തതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരില്ല, പിള്ളേരില്ലാത്തത് കൊണ്ട്
ഇങ്ങനെ തന്നെ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് ഞാൻ മിസ് ചെയ്ത് എനിക്ക് ഈ പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാം എന്ന് എനിക്ക് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങോട്ട് ഞാൻ കൂടുതൽ റെഫർ ചെയ്ത് പോകേണ്ടി വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഇത്രയാണ് മെയിൻ. ഇനി ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് റിവിഷൻ സീരീസാണ്. നമുക്ക് ജസ്റ്റ് ബ്രീഫിംഗ് പറയുക, നമ്മൾ PYQ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. സോ അതാണ് സംഭവം. ഇനി 1857 റിവോൾട്ടിനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞു. എന്താ, സത്താര, സാമ്പൽപൂർ, ഝാൻസി. ഇനി ഇവർ ഏതൊക്കെ, ഇനി ഞാൻ ചോദിച്ചത് എന്താ, ഈ മൂന്നിൽ ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. സത്താര, സാമ്പൽപൂർ ആൻഡ് ആവത് ആക്ച്വലി പിടിച്ചെടുക്കുന്നത് ഡോക്ടർ ഓഫ് ലാബ്സ് വെച്ച. ഡോക്ടർ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. ലോർഡ് ഡൽഹൌസി ഇൻ 1848. സോറി, 1848ലാണ്. ഞാൻ ഇവിടെ പറഞ്ഞ തിരുത്തുണ്ട്. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ ഓഫ് ലാബ്സ് ആണ്. ആദ്യം കീഴടക്കുന്നത് സത്താര 1848 ഫസ്റ്റ് സൈൻ ചെയ്യുന്നു. രണ്ടാമത്തത് സാമ്പൽപൂർ 1849 ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത് എന്താ 1854 പറയുന്നത് മൂന്നെണ്ണം പറയുന്നത്. സോ ഇനി എന്താണ് ബേസിക്കലി ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ. ഇപ്പോൾ ഒരു രാജ്യത്തിൽ രാജാവിന് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ, സ്വന്തമായിട്ട് എയർ ഇല്ലെങ്കിൽ, എയർ സൈലൻ്റ് എയർ ഇല്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതാണ് ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അഡോപ്റ്റീവ് സൺ ആണെങ്കിൽ പോലും, അഡോപ്റ്റീവ് എയർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു റൂളാണ്, അങ്ങനത്തെ ഒരു സാധനം ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് കൊണ്ടുവന്ന ലോർഡ് ഡൽഹൌസിയാണ് ഇൻ ദ ഇയർ 1848. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്ന വർഷം 1793. റോയിറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്ന വർഷം 1820. മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്ന വർഷം 1822 ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് 1848. ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐ തിങ്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഇത്രയാണ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ നടക്കുന്ന കുറച്ച് സാധനങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ റിവോൾട്ട് ആക്ച്വലി നടക്കുന്ന മെയിനായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മെയിനായിട്ടുള്ള ഏരിയാസ് പറയുമ്പോഴത്തേക്കും മെയിൻലി വരുന്നത് ഡൽഹി, കാൺപൂർ, ഝാൻസി. ഞാൻ എഴുതാം, ഞാൻ അതിന് ബോക്സ് ഇൻക്ലൂഡ് ചെയ്തില്ല, അതുകൊണ്ടാണ്. എവിടെയൊക്കെ നടക്കുന്നു? ഡൽഹി, കാൺപൂർ, ഝാൻസി. ഏത് ലീഡേഴ്സാണ് നയിച്ചതെന്നാണ് കൂടുതലും ചോദിക്കുന്നത്. സോ ഒന്നായിട്ട് ഞാൻ പറയാം. കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ഇവിടെ വരുന്ന എപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ പോയിന്റ്, നാനാ സാഹിബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വേറെ സ്ഥലത്ത് നാനാ സാഹിബ് ഉണ്ട്. പേഷ്വാല ബാജി റാവു ഫസ്റ്റിനെ വിളിക്കുന്ന പേര് നാനാ സാഹിബ് എന്നാണ്. ഓക്കെ, അത് രണ്ടും കൺഫ്യൂഷനാണ്, രണ്ടും രണ്ടാ. ഓക്കെ, ഈ നാനാ സാഹിബ് എന്ന് പറയുന്നത് വേറെ ആളാണ്. അതെന്ന് പറയുന്നത് മറാത്ത എംപയറിൽ കുറച്ച് മുന്നേ, അത് 70s ഇത് 80s നടക്കുന്നത്. അത് 17 സംതിങ്, ഇത് 18 സംതിങ് നടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും രണ്ട് ആൾക്കാരാണ്. ഒരു PYQ ഇതിൽ വരുന്നുണ്ട്, അത് അവിടെ അപ്പോഴത്തും ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാനാ സാഹിബ്. ഝാൻസി എന്ന് പറഞ്ഞാൽ റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായ്. അങ്ങനെയാണെങ്കിൽ റാണിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, റാണി ദുർഗാവതി ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തതും ആ യുദ്ധത്തിൽ ആ വ്യക്തി, ആ രാജാവ് ജയിച്ചത് കൊണ്ട് എന്ത് നിർമ്മിച്ചു? ഫത്തേപൂർ സിക്രിയിലെ ഗേറ്റ് വേ ആയ ബുലന്ദ് ദർവാസ ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ബുലന്ദ് ദർവാസ ഉണ്ടാക്കുമ്പോൾ ആരായിരിക്കും റാണി ദുർഗാവതിയെ തോൽപ്പിച്ച ആളെന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളത് ഉത്തരം തരും. അക്ബർ എന്ന് ഉത്തരം തരണം. ഓക്കെ, അക്ബറിൻ്റെ യുദ്ധങ്ങൾ 4 ഉണ്ടായിരുന്നു. അതിൽ അക്ബറിൻ്റെ ഒരു യുദ്ധമാണ് ഹൽദിഗാഡി, ബാറ്റിൽ ഓഫ് ഹൽദിഗാഡി. അതിൽ അദ്ദേഹം ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യണം നിങ്ങൾ പറയണ്ട, കമൻറ്റ് ചെയ്യണ്ട. അതിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കൊരു കുതിരയുണ്ട്. ആ കുതിരയുടെ പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടാണ് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞ ഏതൊക്കെയാ? ഡൽഹി പറഞ്ഞു, കാൺപൂർ പറഞ്ഞു, ഝാൻസി പറഞ്ഞു, പിന്നെ ലക്നൗ. ഓക്കെ, ലക്നൗ, ബറേലി. ഡൽഹിയിൽ പറഞ്ഞില്ല, ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ. ടു ബി ഓണസ്റ്റ്, ബഹദൂർ ഷാ സഫർ വളരെ വീക്കായിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു.
അതുകൊണ്ട് ഇദ്ദേഹത്തിന് പകരം ഇദ്ദേഹത്തിൻ്റെ മിലിറ്ററി കമാൻഡറാണ് നയിച്ചത് ബഖ്ത് ഖാർ എന്ന് പറയും. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ബഹദൂർ ഷാ സഫ്രാൻ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് ഇരിക്കുക. അടുത്ത് വരുന്നത് ഫൈസാബാദ്. ഞാൻ ജസ്റ്റ് സ്ഥലങ്ങൾ ആദ്യം എഴുതാം. ഫൈസാബാദ്, ഓക്കെ. ഇതിൽ കാൺപൂർ നോക്കി വെച്ചാൽ എപ്പോഴും വരുന്നത്. ഇനി ലക്നൗവിൽ ആരാ ലീഡ് ചെയ്യുന്നത്? ലക്നൗവിൽ ലീഡ് ചെയ്യുന്നത്, ഓക്കെ, ഞാൻ നോക്കി തന്നെ പറയാം. ഇത് കുറച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കി പറയുവാണ്. എല്ലാം പറയാൻ പാടാണ്, അതുകൊണ്ട് ഞാൻ നോക്കി തന്നെ പറയാം. ഓക്കെ, ലക്നൗവിൽ ലീഡ് ചെയ്യുന്നത് ഒരു മഹലാണ്. ഞാൻ അങ്ങനെ കോഡ് തെറ്റിക്കാൻ എനിക്ക് മഹൽ എന്ന് മാത്രം ഓർമ്മ വന്നത്. ലക്ക്, ഭാഗ്യം, ഭാഗ്യമുള്ളതുകൊണ്ട് കൊട്ടാരം പണിഞ്ഞു. സോ ഒരു മെഹലാണ്. ഞാൻ ഫുൾ നെയിം എനിക്ക് അറിയാം, ഞാൻ മെഹൽ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. മെഹൽ. അടുത്ത് ബറേലി. ബറേലി ആരാ? ബറേലി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഇടാ, എനിക്ക് നോക്കിയിട്ട് പറയാം, എനിക്ക് കിട്ടുന്നില്ല. ബറേലി, ഖാൻ ബഹദൂർ ഖാനാണ്. ഖാൻ ബഹദൂർ ഖാൻ, സോറി, ഖാൻ ബഹദൂർ ഖാൻ. ഫൈസാബാദിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈസാബാദിൽ എന്ന് പറയുമ്പോൾ ഫൈസാബാദിൽ വരുന്നത് മൗലാന അഹമ്മദുള്ളയാണ്. മൗലാന അഹമ്മദുള്ള. സോ ഇതിപ്പോൾ ഞാൻ മൈൻഡ് ഔട്ട് ആയതുകൊണ്ട് എനിക്ക് എന്തിനു നോക്കേണ്ടി വന്നു, എൻ്റെ നോട്ടിന് നോക്കേണ്ടി വന്നു, എനിക്ക് നോക്കി തന്നെ പറയേണ്ടി വന്നു. ഇത് ലൈവ് ആയിരുന്നുവെങ്കിൽ ഞാൻ മൈൻഡ് ഔട്ട് ആയതിനെ ഉറപ്പായിട്ട് ആരും ചോദിക്കും, പിള്ളേരെ ചോദിക്കും, എടാ ലക്നൗവിൽ ആരായിരുന്നു, നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഇവിടെ ആരായിരുന്നു, എനിക്ക് പെട്ടെന്ന് മൈൻഡ് വരുന്നില്ല, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ പറയും. സോ ഇത് റെക്കോർഡ് ആയതിൻ്റെ അതിൻ്റേതായ ഡിമെറിറ്റ്സ് ഉണ്ട്, എനിക്കറിയാം, സോറി. ഞാൻ എൻ്റെ നോട്ട് റെഫർ ചെയ്യുന്നുണ്ട് കുറേ ആയിട്ട്, എനിക്കറിയാം. ഇതെല്ലാം ലൈവ് അല്ലാത്തതിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ശരിയാക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 2 സെഷൻ കൂടി എടുക്കുമ്പോൾ എനിക്ക് റെക്കോർഡ് കുറച്ചുകൂടി എനിക്ക് ഓക്കെ ആയിട്ട് വരും, അപ്പോൾ നമുക്ക് ശരിയാവും. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ, എന്തെന്ന് പറയുന്നത്, സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തറിയേണ്ടത് ഒപ്രസേഴ്സ് ആണ്. ഒപ്രസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ യുദ്ധം നടന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ഈ യുദ്ധങ്ങളിൽ നടക്കുന്നവരെ ഒപ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗവർണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഡൽഹിയിൽ ഒപ്രസ് ചെയ്ത ആൾ ആരെന്ന് ചോദിക്കുവാണെങ്കിൽ, ഡൽഹി ഉണ്ട്, ലക്നൗ ഉണ്ട്, ഝാൻസി ഉണ്ട്, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഝാൻസിയുടെ മാത്രം ഒന്ന് പറഞ്ഞേ, 2 സെക്കൻഡ് സമയം തരാലേക്ക്. ജസ്റ്റ് ഝാൻസിയുടെ മാത്രം ഒന്ന് പറഞ്ഞേ, അപ്പം ഞാൻ പെട്ടെന്നൊരു വാട്ടർ ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, ഓക്കെ ഓക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ 3 സ്ഥലങ്ങൾ പറഞ്ഞു. 3 സ്ഥലങ്ങളിലെ ഒപ്രസേഴ്സ് ആരെന്നാണ് ഞാൻ പറഞ്ഞത്. ഒപ്രസേഴ്സ് ഡൽഹിയിൽ ജോൺ നിക്കോൾസൺ, ലക്നൌവിൽ ഹെൻറി ലോറൻസ്, ഝാൻസിയിൽ ഹ്യൂ റോസ് ആണ് എന്ത് ചെയ്തത്, ഒപ്രസേഴ്സ് ആയിട്ട് നിന്നത്. ഓക്കെ, ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാൺപൂർ. ഞാൻ പറഞ്ഞില്ല അല്ലേ, കാൺപൂർ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാൺപൂർ ആണ്. കാൺപൂരിൽ നയിച്ചത് കോളിനാണ്, കോളിൻ ക്യാമ്പൽ. ഇതിനാണെങ്കിൽ നമുക്ക് എനിക്ക് വിട്ടുപോകുന്നു, അപ്പം അതിനൊരു കോഡ് ഇടാം. എല് ഓർമ്മ നിൽക്കും. ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് സണ്ണിന് കൊടുത്തു. ഝാൻസി റോസ് വെച്ചു. കാൺപൂരിൽ കോളിൻ ക്യാമ്പൽ ബെല്ലടിച്ച് കണ്ണടിച്ച് പോയി. ഇതൊക്കെയാണ് കോഡുകൾ. ഭയങ്കര കിടിലം കോഡുകളൊന്നുമല്ല, ബട്ട് മറക്കത്തില്ല. ലക്നൗ എല്ല് വന്ന ലോറൻസ്, എല്ല് കഴിഞ്ഞു. ഝാൻസിയിൽ റോസ്, ഹ്യൂ റോസ്. ഡൽഹി വരെയാണെങ്കിൽ സൺ, എന്താ, നിക്കോൾസൺ. കാൺപൂർ വരെയാണെങ്കിൽ കോളിൻ ക്യാമ്പൽ. ഇത്രയാണ് മെയിനായിട്ടുള്ള ഒപ്രസേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ നോട്ട് റെഫർ ചെയ്യുകയാണ് ഞാൻ. ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി. ഐ ഹോപ്പ് മിസ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, മിസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 1857 റിവോൾട്ട് ഒരു സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചാൽ അത് എന്തായിരുന്നു, ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഓരോരോ റീജിയൻസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഓരോരോ ചെറിയ ചെറിയ റീജിയൻസിൽ നിന്ന് അവർ ഫൈറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിൻ്റേതായ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റും ഇല്ലാത്തത് കൊണ്ടും എന്ത് പറ്റുന്നുണ്ട്, ഈ ഇത് ഫെയിലിയറിലോട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആഫ്റ്റർ മാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ്
ഇന്ത്യ ആക്ട് ഓഫ് 1858. ബേസിക്കലി വേറൊന്നുമല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അധികാരം ബ്രിട്ടീഷിൻ്റെ ക്രൗണിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം എടുത്ത് മാറ്റണം എന്നൊരു തോട്ട് ബ്രിട്ടീഷുകാർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഒരു അവസരമായി. എന്ത് ചെയ്തു? ഈ ആക്ട് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുക? ഈസ്റ്റ് ഇന്ത്യ കമ്പനി EEC എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ഇന്ത്യയുടെ റൂള് കൊടുത്തത് ഡയറക്റ്റ് ബ്രിട്ടീഷ് ക്വീനിന്. അന്നത്തെ ക്വീൻ എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയാണ് അന്നത്തെ ക്വീൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു ആക്ട് അനുസരിച്ച് വൈസ്രോയ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ മാറി വൈസ്രോയ് എന്ന ടേം കൊണ്ടുവന്നു. വൈസ്രോയ് എന്ന ടേം കൊണ്ടുവന്നു. ആദ്യം വൈസ്രോയ് ആവുന്നത് കാനിങ് ആണ്, ലോർഡ് കാനിങ്. അങ്ങനെയാണെങ്കിൽ സിപ്പോയ് മ്യൂട്ടിനി സമയത്ത് ഇരിക്കുന്ന വൈസ്രോയ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കാനിങ് തന്നെയാണ്. അതിൽ മാറ്റമില്ല. ഇനി അതോടൊപ്പം ഈ വൈസ്രോയോടൊപ്പം തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നൊരു സ്ഥാനം കൂടെ ഉണ്ട്. ഈ സെക്രട്ടറിയും ഈ വൈസ്രോയും എന്ന് പറയുന്ന ഈ രണ്ട് പദങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാമേഴ്സൺ ആണ്. PAMERSON. പാമേഴ്സൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിത്ത് റെഫറൻസ് ടു സിപ്പോയ് മ്യൂട്ടിനി ഓഫ് 1857 ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ് ഡിഡ് ദ സോൾജേഴ്സ് അറ്റ് മീററ്റ് സ്റ്റാർട്ട് ദ ജേർണി ടു ഡൽഹി? ഏത് ഡേറ്റിലാണ് ഡൽഹിയിലോട്ട് യാത്ര തുടങ്ങുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. 10 സെക്കൻഡ് തരാം. 10 സെക്കൻഡ് സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10 സെക്കൻഡ് ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ടിക്ക് ചെയ്താണ്. 10 മെയ് ആണ് ആൻസർ. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെവല്യൂഷൻ ഓഫ് 1857 സ്റ്റാർട്ടഡ് ഇൻ മെയ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏത് സ്ഥലം? മ്യൂററ്റ് ആണ്. കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു കാൺപൂരിൽ ആരാണ്, ഝാൻസിയിൽ ആരാണ്, ലക്നൌവിൽ ആരാണ്, ഒപ്രസേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഒപ്രസേഴ്സ് ആരൊക്കെ? ജസ്റ്റ് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് റീകോൾ ചെയ്യാം. ഝാൻസിയിൽ ഹ്യൂ റോസ് ഒപ്രസേഴ്സ്. ലക്നൌവിൽ ഹെൻറി ലോറൻസ്. കാൺപൂരിൽ കോളിൻ ക്യാമ്പൽ. കാൺപൂരിൽ നയിച്ച ലീഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാ സാഹിബ്. ഝാൻസിയിൽ ഝാൻസി റാണി. ലക്നൌവിൽ ഹസ്രത് മഹൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ സാധനം ഞാൻ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. മ്യൂറത്തിലാണ് എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യുന്നത്? നടത്തി പോകുന്നത്. മൂവിങ് ഓൺ. Which military officer led the British forces in the Battle of Chinhat fought in 1857? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാം. ബാറ്റിൽ ഓഫ് ചിൻഹാട്ട്. അതൊരു പുതിയ പോയിന്റ് അല്ല, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. ബാറ്റിൽ ഓഫ് ചിൻഹാട്ട് ആരാണ് നയിച്ചത് എന്നാണ് ചോദ്യം. ബാറ്റിൽ ഓഫ് ചിൻഹാട്ട് ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കടാ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹെൻറി ലോറൻസ് ആണ്. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹെൻറി ലോറൻസ് ആണ് ഇത് നയിച്ചത്. ഹെൻറി ലോറൻസ് വേറൊരു സ്ഥലത്തും കൂടെ നയിക്കുന്നുണ്ട്. എവിടെയാ നേരത്തെ പറഞ്ഞായിരുന്നു? എവിടെ? നടക്കുന്നത് ലക്നൌവിൽ അയാൾ ഓപ്പറേഷൻ നയിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇത് ആർക്കെതിരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർമിയിലിരിക്കുന്ന സിപ്പോയ് തമ്മിൽ തന്നെയാണ്. ഇത് ബ്രിട്ടീഷിൻ്റെ ഫോഴ്സസ് നയിക്കുന്ന ആളാണ്. ഇനി സിപ്പോയ് റിബൽസ് ഉണ്ട്, അവർക്കെതിരെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ആർമിയെ നയിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ. നാനാ സാഹിബ് എ റിബൽ അറ്റ് കാൺപൂർ വാസ് എ സൺ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഷ്വ? ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഉത്തരം ചെയ്യുക. ഞാൻ വീണ്ടും പറയാണ്, പഴയ നാനാ സാഹിബ് അല്ല, പുതിയ നാനാ. 70-ലെ നാനാ സാഹിബ് എന്ന് പറയുന്നത് വേറെ, അത് ബാലാജി ബാജിറാവ്. ഇത് വെറും നാനാ സാഹിബാണ്.
തിരിഞ്ഞു പോരുത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാടാ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബാലാജി റാവ് സെക്കൻഡ് ആണ്. ഇനി പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ത് ഉദ്ദേശിക്കണേന്ന്. ഈ നാനാ സാഹിബ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റിബലാണ്. മറ്റേ നാനാ സാഹിബ് എന്ന് പറയുമ്പോൾ പേഷ്വയിലുള്ള ബാലാജി വിശ്വനാഥിൻ്റെ മകനാണ്. ഓക്കെ, അതോടെ കിടപ്പുണ്ടുള്ള ആൾ ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥിൻ്റെ മകനാണ് പേർഷ്വയിലെ നാനാ സാഹിബ്, അഥവാ അയാളുടെ വേറൊരു പേരാണ് ബാലാജി ബാജിറാവ്. ബാലാജി ബാജിറാവ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ആ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാലാജി ബാജിറാവ് ഇയാൾ ജനിക്കുന്നത് 1720 സമയത്താണ് കേട്ടോ. ഇയാൾ ജനിക്കുന്നത് 18 സംതിങ് സമയത്താണ്. അതായത് നല്ല വ്യത്യാസമുണ്ട്, ഗ്യാപ്പുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ക്വിക്കായിട്ട് പറയാം. അതായത് വേറെ ഒന്നുമല്ലടാ, നമ്മുടെ ബാലാജി ബാജിറാവ് വിശ്വനാഥൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് നിങ്ങളത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആ മകൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബാജിറാവ് 1 എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ബാജിറാവ് 1. ബാജിറാവ് 1. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ബാലാജി ബാജിറാവ് അഥവാ നാനാ സാഹിബ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ബാലാജി ബാജിറാവ് അല്ലെങ്കിൽ നാനാ സാഹിബ് എന്ന് പറയുന്നത്. നാനാ സാഹിബ്. ഓക്കെ, രണ്ടും തിരിഞ്ഞു പോരുത്. ഇവിടെ റെബൽ എന്നെടുത്ത് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ബാലാജി ബാജിറാവ് സെക്കൻഡിൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ് എന്തെന്ന് പറയുന്നത്? നാനാ സാഹിബ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. The sepoys of Meerut arrived at the gates of Red Fort to meet the Mughal emperor, the Bahadur Shah on. ഞാൻ ഇതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്താടാ? ഇതിൻ്റെ ആൻസർ എന്തെന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ടും ചിന്തിച്ചെടുത്ത ആൻസർ എന്താണെന്ന്. ഐ ഹോപ്പ് ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം 11 May 1857 ഓക്കെ, ഇനിയാണ് വളരെ ഗ്രേ ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ ആദ്യമേ എന്ത് ചെയ്യുന്നില്ല, ബ്രീഫിംഗ് തരുന്നില്ല. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം, നമുക്കവിടെ സ്ഥലമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് പാർട്ടിസിപ്പേറ്റഡ് ദി ഓൾ വേൾഡ് റിലീജിയസ് കോൺഫറൻസ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ് ഹെൽഡ് ഇൻ 1893. സോ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1893 എവിടെ നടന്നേ? ചിക്കാഗോയിൽ നടന്നത്. അപ്പോൾ ആരായിരിക്കും? കമൻറ്റ് ചെയ്യാൻ നോക്കി, ഇത് ആരായിരിക്കും ആൻസർ? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ? സ്വാമി വിവേകാനന്ദനാണ്. ഇനി നമുക്കൊന്നായിട്ട് ഓരോ ആൾക്കാരെ നോക്കാം, കാരണം ഇത് വിട്ടുപോകും. എല്ലാ ഓർഡറിൽ പറയാൻ നോക്കി എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആവും. അതുകൊണ്ട് ഓപ്ഷൻ വെച്ച് ഇത്തവണ പറയാം. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ എന്താ ആത്മീയ സഭ എന്ന് പറയുന്നത്. ആത്മീയ സഭ 1840. ലേറ്റർ, അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി അപ്പുറത്ത് എഴുതാം. ഞാൻ RRR എഴുതണമല്ലോ, രാജാറാം മോഹൻ റോയ്. ഓക്കെ, ആത്മീയ സഭ കുറച്ചുണ്ട് ഇദ്ദേഹത്തെ പറ്റി, അതുകൊണ്ട് ആത്മീയ സഭ കണ്ടുപിടിക്കുന്ന വർഷം 1840. അതിനുശേഷം ബ്രഹ്മസമാജ് കണ്ടുപിടിക്കുന്ന വർഷം 1828. സതി നിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെ അതിന് മുന്നോടിയായി, അതിന് റിസൾട്ടായിട്ട്, മുന്നോടിയല്ല അതിന് റിസൾട്ട്, അതിൻ്റെ ആഫ്റ്റർ മാത്തായി 1829 സതി നിരോധിക്കുന്നുണ്ട്. സതി
നിരോധിക്കുന്നുണ്ട്. ആ സമയത്ത് ആരാണ് വൈസ്രോയ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക്. ഇനി ബ്രഹ്മസമാജ് 1828 എന്ന് ഞാൻ പറഞ്ഞു. ഇനി വേറൊരു സാധനമുണ്ട്, ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോഴേ ഞാൻ പറയാം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ ഇതെന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് 1866 ആണ്. ഇത് കണ്ടുപിടിക്കുന്നത് രാജാറാം മോഹൻ റോയ് അല്ല. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്നത് രാജാറാം മോഹൻ റോയ് അല്ല. ഇത് കണ്ടുപിടിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇയാൾ ആക്ച്വലി കഥ പറയാം. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് കണ്ടുപിടിക്കുന്നു. ഇതിൽ തന്നെയാണ് രണ്ടുപേര് വരുന്നുണ്ട്, ഒരു ടാഗോർ വരുന്നുണ്ട്. ഈ ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണ്ടുപിടിക്കുന്ന ആളെയും കൊണ്ടുവരുന്നുണ്ട്. അവസാനം എന്ത് ചെയ്യുന്നു? അടിച്ച് പിരിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ ഒരു ടാഗോർ എന്ന് പറഞ്ഞു, ദേവേന്ദ്രനാഥ് ടാഗോറാണ് ആ ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു രാജാറാം മോഹൻ റോയ്. ഈ പേര് ഞാൻ പറയാം, കിട്ടുന്നില്ലടാ, കിട്ടും. ഓക്കെ, രാജാറാം മോഹൻ റോയ്. ഇനി അടുത്തത് ഇദ്ദേഹത്തിൻ്റെ രാജ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തത് അക്ബർ ദ സെക്കൻഡ് ആണ്. അക്ബർ സെക്കൻഡ് ആണ് രാജ എന്ന ടൈറ്റിൽ കൊടുത്തത്. ഇനി ഇദ്ദേഹം എഴുതിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. പെർസിപ്റ്റ്സ് ഓഫ് ജീസസ്, സ്പെല്ലിംഗ് നോക്കണ്ട, കുറച്ച് തെറ്റും. പെർസിപ്റ്റ്സ് ഓഫ് ജീസസ്, എ ഗിഫ്റ്റ് ടു മോണോയിതിസം, ആൻഡ് സംവത് കൗമുദി. ഇത്രയും സാധനങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ആൻഡ് ഇദ്ദേഹം ഐഡൽ വർഷിപ്പിൽ ബിലീവ് ചെയ്തിരുന്നില്ല. ഐഡൽ വർഷിപ്പിൽ ബിലീവ് ചെയ്തില്ല. ഇഷ്ടംപോലെ ഈശ്വരന്മാരുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഇങ്ങനെ ഈ ആത്മീയതയുടെ ഭാഗം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ചിന്താഗതിയുടെ ഭാഗത്തിലോട്ട് ഇന്ത്യയിലോട്ട് നയിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് രാജാറാം മോഹൻ റോയിനെ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് വിളിക്കുന്ന വേറൊരു പേരും കൂടെ ഉണ്ട്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയും. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് ഇദ്ദേഹത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം മേടാ. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചത് 1866 ഓർമ്മയുണ്ട്. ആരാണെന്ന് പറയാം. രാജാറാം മോഹൻ റോയെ പറ്റി പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതി 1875 കണ്ടുപിടിക്കുന്നതാണ് ആര്യ സമാജ്. ഈ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നതാണ് എന്തൊക്കെ? ഗോ ബാക്ക് ടു വേദാസ്, ഇന്ത്യ ഈസ് ഫോർ ഇന്ത്യൻസ്, എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതി കണ്ടുപിടിക്കുന്നത് ആര്യ സമാജാണ് 1875. ഈ 1875 തന്നെ വേറൊരു ഇതും കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. 1875 ഒന്ന് ആര്യ സമാജ് ഞാൻ പറഞ്ഞു, സ്വാമി ദയാനന്ദ സരസ്വതി. രണ്ടാമത്തെ എന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം വരുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം വരുന്നത് ന്യൂയോർക്കാണ്. 2 ഫോറിനേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓൾക്കോട്ടും ഒരാളും കൂടെ ഉണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. HQ ആണല്ലെ ഇനിഷ്യൽ എന്ന് പറയുന്നത്. ഓൾക്കോട്ട്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. ഫൈൻ. ഇനി അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്? മദ്രാസിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അന്ന് ഇത് നയിക്കുന്നത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ് INCയിൽ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് അല്ല. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. ഓക്കെ, സോ 1875 ഇത്ര സംഭവങ്ങൾ നടക്കുന്നു. അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞു. അടുത്ത്
വേറെ ആരുണ്ട്? സ്വാമി വിവേകാനന്ദൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1893 ചിക്കാഗോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പീച്ചിന് പോകുന്നുണ്ട്. ഇതിന് കുറച്ച് വർഷത്തിന് ശേഷം 1898 ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നുണ്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ റോക്ക് മെമ്മോറിയൽ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ റോക്ക് മെമ്മോറിയൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാട്. ഇത് എവിടെ അദ്ദേഹം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലമാണ് റോക്ക് മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് ഡെത്ത് 1902 4th ജൂലൈയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ബർത്ത് പറഞ്ഞേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളുടെ ബർത്ത് പറഞ്ഞ എന്താണെന്ന്, ഇയാൾ ജനിച്ച വർഷവും ഇയാൾ ജനിച്ച തീയതിയും നിങ്ങൾ പറയുക. ഓക്കെ, സോ ഇത്രയും പേരെ പറ്റി ഇത്ര ഫാക്ട്സ് ആണുള്ളത്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പെട്ടെന്ന്. ഓക്കെ, ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി 1875 ഞാൻ പറഞ്ഞു. ഗോ ബാക്ക് ടു വേദാസും. അതോടൊപ്പം അതെ, ഇന്ത്യ ഈസ് ഫോർ ഇന്ത്യൻസ് ഞാൻ പറഞ്ഞു. ഇനി വേറൊരു പോയിന്റ് ഒന്നും, ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഞാൻ പറഞ്ഞില്ലായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ റിയൽ നെയിം അല്ലെങ്കിൽ മൂൽ നെയിം എന്ന് പറയുന്നത് മൂൽ ശങ്കർ ആണ്. മൂൽ ശങ്കർ. ഓക്കെ, അതാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഞാൻ വിട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് മുന്നോടിയായി ബ്രഹ്മസമാജ് ഇതിൻ്റെ പ്രീക്രസർ അതായത് മുന്നോടിയായി വന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആത്മീയ സഭയാണ് കേട്ടോ. അത് തിരിഞ്ഞ് മറക്കരുത്, ക്വസ്റ്റ്യൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞു. ഇനി ദേബേന്ദ്രനാഥ് ടാഗോറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു ടാഗോർ ഉണ്ടെന്ന്. ദേബേന്ദ്രനാഥ് ടാഗോർ. ഇദ്ദേഹം കണ്ടുപിടിക്കുന്ന തത്വബോധിനി സഭ ഇൻ ദ ഇയർ 1839. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. ഇതിനിടെ ഞാൻ പറഞ്ഞു ടാഗോർ തത്വബോധിനി സഭ. ഫൈൻ. ചെറിയ 1898 ഇവിടെ രാമകൃഷ്ണ മിഷൻ 1898 ഇല്ല, 1897 ആണ്. ഒരു വർഷം എനിക്ക് കൂടിപ്പോയി അറിയാണ്ട്. നിങ്ങൾക്ക് തെറ്റരുത്, എനിക്ക് തെറ്റിപ്പോയി. 1897. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ജനിച്ച ഡേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. 12 ജനുവരി നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണെന്ന് പറയുന്നത്. ഇനി അത് ജനിച്ച വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക സെഷൻ കണ്ടതിന് ശേഷം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was not one of the founders of the Ahrar movement of British India? നല്ലൊരു ക്വസ്റ്റ്യനാണ്. പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ അതെ എന്നും പറയാം. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലർ കേട്ടിട്ടില്ലായിരിക്കും. പേഴ്സണലി ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് തന്നെ. സോ ഞാൻ പറയാം, അഹ്റാർ മൂവ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഖിലാഫത്ത് മൂവ്മെൻറ്റ് അറിയാലോ. ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന ആരൊക്കെയാ? മൗലാന അബ്ദുൽ കലാം ആസാദും, മൗലാന ഷൗക്കത്ത് അലിയും, ബേസിക്കലി ഒറ്റ വാക്കി പറയണമെങ്കിൽ അലി ആൻഡ് ബ്രദേഴ്സ്, ദ അലി ബ്രദേഴ്സ് ആണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ ഫെയ്ത്ത് നഷ്ടപ്പെട്ട കുറച്ച് മുസ്ലിംസ് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്ന മൂവ്മെൻറ്റാണ് അഹ്റാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അഹ്റാർ മൂവ്മെൻറ്റ് ഭാഗമല്ലാത്തത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഭാഗം അല്ലാത്തത്. ബാക്കി പറയുന്ന 3 പേരും എന്താണ്, ഭാഗമാണ്. സോ നാളെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, അഹ്റാർ മൂവ്മെൻറ്റ് എന്തുകൊണ്ട് നടക്കുന്നു, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഈ 3 പേരുകളും ഓർത്തിരിക്കുക. ഹസൻ, മൗലാന മുഹമ്മദ് അലി, ഹക്കീം അജ്മൽ ഖാൻ. ഈ 3 പേരും ഓർത്ത് വെച്ചിരിക്കുക. വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയതാണോ? അതെ, വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയതാണ്. സോറി.
ഹൂ ഫൗണ്ടഡ് ദ പ്രാർത്ഥന സമാജ് ഇൻ മുംബൈ ഇൻ 1867? സോ പ്രാർത്ഥന സമാജ് കണ്ടുപിടിച്ച വർഷം, കണ്ടുപിടിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ട്. ആരാണെന്ന് പറയുക. പ്രാർത്ഥന സമാജ് ആരാണ്, എവിടെയാണെന്നുണ്ട്, വർഷമുണ്ട്, കണ്ടുപിടിക്കുന്നത് ആരാണെന്ന് പറയുക. അതിന് മുന്നോടിയായി ഒരു ചെറിയ പോയിന്റ്, ഗോപാൽകൃഷ്ണ ഗോഖലെ 1905 കണ്ടുപിടിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുറാങ് ആണ്. പ്രാർത്ഥനാ സമാജ് മുംബൈയിൽ 1867 കണ്ടുപിടിക്കുന്ന ആത്മാറാം പാണ്ഡുറാങ് ആണെങ്കിൽ വേറെ ഒരു പാണ്ഡുറാമും കൂടെ ഉണ്ട്. ഇത് പ്രാർത്ഥനാ സമാജ്, വേറൊരു പാണ്ഡുരാം കൂടെ ഉണ്ട്. വേറൊരു പാണ്ഡുരാം പരംഹംസ മണ്ഡലിയാണോ? അതെ, പരംഹംസ മണ്ഡലി. പരംഹംസ മണ്ഡലി ഫൗണ്ട് ചെയ്യുന്നത് ഒരു പാണ്ഡുറാങ് ആണ്. പക്ഷേ ഒരു പാണ്ഡുറാങ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ പാണ്ഡുറാങ്ങിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ദാദോബ പാണ്ഡുറാങ് എന്നാണ്. സോ പരംഹംസ മണ്ഡലി എപ്പോഴും തിരിഞ്ഞു വന്ന സാധനമാണ്. കാരണം അക്ഷരങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, അതുകൊണ്ടാണ് എനിക്കും തിരിഞ്ഞു എപ്പോഴും. പ്രാർത്ഥനാ സമാജ്, പരംഹംസ മണ്ഡലി. പ്രാർത്ഥനാ സമാജ് കണ്ടുപിടിക്കുന്നതാണ് ആത്മാരാം പാണ്ഡുരാങ്. പ്രാർത്ഥിച്ചാൽ ആത്മാവിന് മോക്ഷം എന്നോർത്തിരിക്കുക. പരംഹംസ മണ്ഡലി കണ്ടുപിടിച്ചത് ദാദോബ പാണ്ഡുറാങ് ആണ്. ഓക്കെ, ഇത് 1867 ഇനി അടുത്ത് പറയുന്നത്, ഇനി ഗോപാൽകൃഷ്ണ ഗോഖലെ ആരുടെ പൊളിറ്റിക്കൽ ഗുരുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരുവാണ്. മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു. അങ്ങനെയാണെങ്കിൽ മഹാത്മാ എന്ന് പറയുന്ന പേരുകൊണ്ട് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി രാം മോഹൻ റോയ് പറഞ്ഞു. ഓക്കെ, Who among the following found the Atmiya Sabha in 1840? വീണ്ടും ഈസി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയടാ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ദേബേന്ദ്രനാഥ് ടാഗോറിനെ പറ്റി ഞാൻ പറയത്തില്ല, ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താ ദേബേന്ദ്രനാഥ് ടാഗോർ ചെയ്തേ? തത്വബോധിനി സഭ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. തത്വബോധിനി സഭ ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1839 തത്വബോധിനി സഭ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1839. ഇനി ഇതിൻ്റെ ആൻസർ ആത്മീയ സഭ ആരാ? രാജാറാം മോഹൻ റോയ്. ഫൈൻ. ഹൂ ഫൗണ്ടഡ് ദി ആര്യ സമാജ് ഇൻ മുംബൈ 1875? ആരാണ് ആര്യ സമാജ് മുംബൈയിൽ കണ്ടുപിടിക്കുന്നത്? വീണ്ടും നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരാ? സ്വാമി ദയാനന്ദ് സരസ്വതി. Which organization was started in Pune district in Maharashtra in the 1870s with the aim of promoting education and social rights among the underprivileged group of the society? ഇത് ആക്ച്വലി പേര് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ പറയാം. സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സത്യസോജക് സമാജാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സത്യസോജക് സമാജാണ്. ഇത് കണ്ടുപിടിക്കുന്നത് ഒരു ഫൂലെയാണ്. PHULE. ഫൂലെ. രണ്ടുപേരുണ്ട്. സാവിത്രിബായി ഫൂലെ ഉണ്ട്. ഫൂലെ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവാണ് തുടങ്ങുന്നത്. ഭാര്യ സാവിത്രിബായി ഫൂലെ. ഹസ്ബൻഡിൻ്റെ പേര് ജ്യോതിറാവ് ഫൂലെ. ഷീ ഈസ് ദ ഫസ്റ്റ് ടീച്ചർ എന്നൊക്കെയാണ് നമുക്ക് പറയാം. ആദ്യത്തെ ടീച്ചറായിരുന്നു
സാവിത്രിബായി ഫൂലെ എന്ന് പറയുന്നത്. ജ്യോതിബായി ഫൂലെയുടെ ഒരു പുസ്തകമുണ്ട്, ഒന്നല്ല രണ്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മൂവിങ് ഓൺ. പ്രാർത്ഥനാ സമാജമൊക്കെ പറഞ്ഞു. Who among the following founded the Mohammedan Anglo-Oriental College in Aligarh for the spread of Western education? ഇതാരെന്നറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇത് ആദ്യം അറിഞ്ഞിരുന്നത് മുഹമ്മദീൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് തന്നെയാണ്. പക്ഷെ 1920 ഇതിൻ്റെ പേര് മാറ്റി. 1920 ഇതിൻ്റെ പേര് മാറ്റി. ഇപ്പോൾ 1920 ഇതിൻ്റെ പേരൊന്നൊന്ന് നോട്ട് ചെയ്തോ. 1920 ഇതിനറിയുന്ന പേരെന്ന് പറയുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഓക്കെ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇനി സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ അലിഗർ മൂവ്മെൻറ്റ് ഇദ്ദേഹമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അലിഗർ മൂവ്മെൻറ്റ്, അലിഗർ അല്ലേ? അതെ, അലിഗർ മൂവ്മെൻറ്റ്. Snoddas Mulji and Dadabhai Pandurang were associated with which worked against the evil like caste system and encouraged remarriage. ഈ പറയുന്ന രണ്ട് പേർ ഈ കിടക്കുന്ന ഏതുമായിട്ടാണ് അസോസിയേറ്റഡ് ചെയ്ത് നിൽക്കുന്നു എന്ന ചോദ്യം. ഒന്ന് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കിയാടാ. ആൻസർ എ ആണ്, പരംഹംസ് മണ്ഡലി. പരംഹംസ് മണ്ഡലി. ഇതൊക്കെ പുതിയ പോയിന്റ്സ് ആണെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അറിയാമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും. പരംഹംസ് മണ്ഡലി ആരൊക്കെയാ? മുൾജിയും ദാദോബ പാണ്ഡുറാങ്. ദാദോറാം പാണ്ഡുറാങ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? നമുക്ക് രണ്ട് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. പ്രാർത്ഥനാ സമാജമുണ്ട്, പരംഹംസ് മണ്ഡലിയുണ്ട്. പ്രാർത്ഥനാ സമാജ് കണ്ടുപിടിക്കുന്നത് ആത്മാറാം പാണ്ഡുറാങ്. പരംഹംസ് മണ്ഡലി കണ്ടുപിടിക്കുന്നത് ദദോബ പാണ്ഡുറാങ്. തിരിഞ്ഞു പോവരുത്. അടുത്ത്, ദ വേദ സമാജ് ഓഫ് മദ്രാസ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ഡാഷ്. ദ വേദ സമാജ് ഓഫ് ദി മദ്രാസ് വാസ് ഇൻസ്പയർഡ് ബൈ ഡാഷ്. ആൻസർ നോക്കിയടാ. ആൻസർ എന്ന് പറയുന്നത് ബ്രഹ്മ സമാജാണ്. ദ വേദ സമാജ് ഓഫ് മദ്രാസ് വാസ് ഇൻസ്പയർഡ് ബൈ ദി ബ്രഹ്മ സമാജ്. അടുത്ത്, ഹു അമംഗ് ദ ഫോളോയിങ് wrote the Brahmo Covenant, which was a statement of creed of Brahma Samaj and made a list of duties and obligations of its members. ഇതിൽ ആരാണ് ഈ കവനന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി എന്നതാണ് ചോദിക്കുന്നത്. ഒന്ന് കമന്റ് ചെയ്തടാ ആരൊക്കെയാണെന്ന്. ആരൊക്കെയാണെന്നല്ല, ആരാണെന്ന് കമന്റ് ചെയ്തേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. എനിക്ക് വേണ്ടി ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനും ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നത്. സോ ഇതിനെ ഉറപ്പായിട്ടും എൻ്റെ നോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ നോട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. PYQs ചെയ്ത് വരുന്നവരാണ് ഇതിന് ആൻസർ ചെയ്യുക. ഹു അമംഗ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ റിനൈസൻസ് ഓഫ് ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ആരെന്നാണ് ചോദ്യം. ഞാൻ തന്നെ പറയാം, നവാബ് അബ്ദുൽ ലത്തീഫ് ഖാനാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് രണ്ട് ടോപ്പിക്സ് നോക്കി. എന്തൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് റിവോൾട്ട് ഓഫ് 1857,
രണ്ടാമത്തെന്ന് പറയുന്നത് സോഷ്യോ റിഫോം മൂവ്മെൻറ്റ്സ്. ഈ രണ്ട് ടോപ്പിക്സാണ്. രണ്ട് പറയുമ്പോൾ ചെറിയ ടോപ്പിക്സാണ്, പക്ഷെ അത്യാവശ്യം ഹെവി ആണെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചുണ്ടായിരുന്നു, കാരണം എല്ലാം എൻ്റെ തലയ്ക്കകത്ത് വെച്ച് പറയുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിട്ടുപോയി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും നോട്ട് നോക്കി, അതിലൊരു സംശയമില്ല. ഞാൻ നോട്ട് നോക്കി, ഇടയ്ക്കിടയ്ക്ക് ഉറപ്പായിട്ടും നോട്ട് നോക്കിയാൽ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ഖേദം ഞാൻ പ്രകടിപ്പിക്കുന്നില്ല, കാരണം ഇത്രയും PYQs എനിക്ക് ഓർമ്മയുണ്ട്, അതൊരു റിലേറ്റഡ് ഫാക്ട്സ് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ പെട്ടെന്നൊരു വർഷം എൻ്റെ ചിലപ്പോൾ പോയെന്ന് വരും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോട്ട് റെഫർ ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി സെഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് വരും. നാളെ ക്രിസി സാറായിരിക്കും വരുന്നത്. സാർ അടുത്ത 2 ടോപ്പിക്സ് അല്ലെങ്കിൽ 3 ടോപ്പിക്സ് എടുക്കുമായിരിക്കും. സോ ഇന്നത്തെ ടോപ്പിക്സ് എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം എവിടെയെങ്കിലും ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻസ് ഞാൻ വായിക്കുന്നതാണ്, എനിക്കും തിരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂടാ. ആൻഡ് സൈനിങ് ഓഫ്. താങ്ക് യു.